അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ഡിസംബർ 31 വൈകുന്നേരം 7:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, തിരുവനന്തപുരം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ ജോൺ താരു ഈ മീറ്റിംഗിൽ ശുശ്രൂഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്, നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471661666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടു ദൈവത്തിൻ്റെ വെളിച്ചത്തെ അവൻ നമ്മളുടെ ഉള്ളിലും പകർന്നിരിക്കുന്നതെന്ന്. എന്തിനാണ് ഈ വെളിച്ചത്തെ കർത്താവ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്? ദൈവത്തിനുള്ള ഉദ്ദേശം എന്താണുള്ളത്? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ വെളിച്ചമെന്ന് പറയുന്നത് അല്ല, കർത്താവ് പറയുന്നു ഞാൻ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നമുക്കൊന്നും കൂടെ വ്യക്തമായി മനസ്സിലാക്കാനിടയാകും. ഈ മെസ്സേജ് ശ്രദ്ധയോടെ കേട്ടാട്ടെ, അത് നിങ്ങളുടെ ലൈഫിനോട് ഇടപെടുന്നതാണ്. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വ്യത്യാസം എന്താണെന്നും എന്ത് വ്യത്യസ്തതയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ദൈവം വെളിച്ചമായിരിക്കുന്ന പോലെ ആത്മലോകവും വെളിച്ചമാണ്. വെളിച്ചത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് സകല ദൂതന്മാരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്താൽ ഞാൻ ജനിക്കപ്പെടുമ്പോ ഞാൻ വെളിച്ചമായെങ്കിൽ മാത്രമേ ആ വെളിച്ചമാകുന്ന ആത്മലോകത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ ഞാൻ എന്തായി? വെളിച്ചമായി. എഫേസ്യ ലേഖനം പറയും നാം വെളിച്ചത്തിന്റെ മക്കളാണ്. ആരാ? വെളിച്ചത്തിന്റെ മക്കൾ. നമ്മൾ ആരാ? വെളിച്ചത്തിന്റെ മക്കളാന്നാ പറയുന്നേ. നമ്മൾ ആരാണ്? വെളിച്ചമായി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തിനു ദൈവം നമ്മളെ വെളിച്ചമാക്കി? എന്തിനു നമ്മളെ വെളിച്ചമാക്കി? യോഹന്നാൻ 8 അതിന്റെ 12ാമത്തെ വാക്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ അവർ ജീവനുള്ള വെളിച്ചമാകും. യോഹന്നാന്റെ സുവിശേഷം 1-ാം 7ാമത്തെ വാക്യം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം, സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് ഏത് വെളിച്ചമാ? അത് യേശു എന്ന വെളിച്ചമാ. അത് എവിടേക്ക് വന്നുകൊണ്ടിരുന്നു? ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാ? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ എന്റെ അകത്ത് വെളിച്ചം വസിക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ ഞാനൊരു കുഞ്ഞു വെളിച്ചമാകാനായി തുടങ്ങി.
മത്തായി സുവിശേഷം 5:14 പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു അല്ല, ഞാനും നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാണ്. എന്തുകൊണ്ട് ലോകത്തിന്റെ വെളിച്ചമായി? ദൈവത്തിന്റെ വെളിച്ചം എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയ, ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകാൻ തുടങ്ങി. ഇനി ഞാൻ പറയുന്ന പ്രധാന ചിന്തയിലേക്ക് വരാം. എന്തിനാ ദൈവം എന്നെ വെളിച്ചമാക്കിയേ? വെളിച്ചമാകുന്ന ദൈവത്തെ മനസ്സിലാക്കണമെങ്കിലും അവനെ കാണണമെങ്കിലും അവൻ വസിക്കുന്ന ഇടമാകുന്ന ആത്മലോകത്തിലേക്ക് കയറണമെങ്കിലും ഞാൻ വെളിച്ചമായേ ഒക്കത്തുള്ളൂ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. മനസ്സിലായി വരുന്ന കരമേർത്തേക്ക്. ആത്മലോകത്തിനകത്തേക്ക് എനിക്ക് കയറണമെങ്കിൽ, ആത്മലോകം എനിക്ക് കാണണമെങ്കിൽ ഞാൻ വെളിച്ചമായേ ഒക്കത്തുള്ളൂ. അതിനാൽ ഞാൻ വീണ്ടും ജനിച്ചത്. വീണ്ടും ജനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ അകം വെളിച്ചമായി. എൻ്റെ അകം വെളിച്ചമായതുകൊണ്ട് എനിക്ക് ആത്മലോകം കാണാം എന്ന് പറഞ്ഞ ആത്മലോകത്തിലുള്ള സകലതും കാണാം. ദൂതന്മാരെ കാണാം, സ്വർഗത്തെ കാണാം, സ്വർഗത്തിലുള്ള സകലതും കാണാം. കാരണം ഞാൻ വെളിച്ചമായാലും എന്നിലെ വെളിച്ചമാണ് സകലത്തെയും കാണാനിടയാക്കുന്നത്. ഇനി കുറച്ചും കൂടെ കയറി പറയട്ടെ. അപ്പൊ നമ്മൾ ആരാന്നാ പറഞ്ഞ്? വെളിച്ചമാണ്. നമ്മളിൽ എന്താ വസിക്കുന്നത്? വെളിച്ചമാണ്. എല്ലാവരും പറഞ്ഞേ, നമ്മൾ ആരാണ്? വെളിച്ചമാണ്. നമ്മളിൽ എന്താ വസിക്കുന്നത്? വെളിച്ചം. ശരിക്കും അങ്ങനെയാണോ? നമ്മൾ വെളിച്ചമാണ് എങ്കിൽ എങ്ങനെയാ ഇരുട്ട് എൻ്റെ അകത്തേക്ക് കയറുന്നേ? ഞാൻ ചോദിച്ചൊരു മറുപടി പറ. നമ്മൾ വെളിച്ചമാണെങ്കിൽ എങ്ങനെയാ ഇരുട്ട് എൻ്റെ അകത്തേക്ക് കയറുന്നേ? ഇരുട്ടുള്ള എവിടേക്കെങ്കിലും ഞാൻ പോയാ അവിടുത്തെ ഇരുട്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ ഞാൻ ആരാന്ന് മനസ്സിലാക്കാത്ത വിശ്വാസി എന്നെ പോലെ പാസ്റ്റർമാരുടെ പുറകെ ഓടാൻ തുടങ്ങും. എന്നാൽ ഞാൻ ആരാന്ന് മനസ്സിലാക്കുന്ന വിശ്വാസി പറയും, എന്റെ അകത്ത് വെളിച്ചമുണ്ട്, ഞാൻ എവിടെങ്കിലും ചെന്നാൽ ഇരുട്ട് നീങ്ങിപ്പോകും, അവിടെ വെളിച്ചം ഉണ്ടാകാനായി തുടങ്ങും. അതിനിടയ്ക്ക് ഒരാൾ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഇരുട്ടാ, ഞാൻ വന്നൊരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താം, വീട്ടിലെ ഇരുട്ടിനെ പിടിച്ച് പുറത്താക്കാമെന്ന്. ബ്രദറെ, വീട്ടിലൊരു പ്രാർത്ഥന വെച്ചായിരുന്നെങ്കിൽ തീരുമായിരുന്നു. പ്രാർത്ഥന വെക്കാം, ഒരു കുഴപ്പമില്ല അതിന്. പക്ഷെ എന്തോ നിങ്ങളെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾ ആരാന്ന് ഞാൻ പഠിപ്പിക്കാം. വീട്ടിലൊരു 3 ദിവസം പ്രാർത്ഥന വെക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റെന്താ? ആ വീട്ടിൽ 3 ദിവസം ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവ സാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിക്കാൻ കാരണമാകും. അത് ആ വീടിന് അനുഗ്രഹമോ? തെറ്റെന്താ? പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രാധാന്യം. നിങ്ങൾ വെളിച്ചമാണെങ്കിൽ നിങ്ങളുടെ വീടും വെളിച്ചമായേ ഒക്കത്തുള്ളൂ. നിങ്ങൾ വെളിച്ചമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ഇരുട്ട് കയറാൻ കഴിയത്തില്ല. പക്ഷേ വിശ്വാസിയുടെ അകത്ത് എൻ്റെ വീട്ടിൽ ഇരുട്ട് കയറാൻ പറ്റുമെന്ന ഒരു അറിവുണ്ട്. എൻ്റെ വീട്ടിൽ ഇരുട്ട് കയറാൻ പറ്റും എന്നൊരു അറിവുണ്ട്. ഞാൻ പറയുന്നത് ശരിയാന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിൽ ഇരുട്ട് കയറാൻ പറ്റും എന്നൊരു അറിവുണ്ട്, തോന്നലുണ്ട്. സത്യസന്ധമായിട്ട് പറയുന്നവർ കൈവയ്ക്കുക. നമ്മുടെ അകത്ത് വെളിച്ചമാണെന്നും എൻ്റെ അകത്തേക്ക് ഇരുട്ടിന് കയറാൻ പറ്റില്ല എന്ന് നമുക്കങ്ങോട്ട് ചിന്തിക്കാൻ, ഉറപ്പിക്കാൻ പറ്റണില്ല. എൻ്റെ കാരണം പറയാം. നമ്മുടെ ചിന്ത പലപ്പോഴും ഈവിളാണ്. നമ്മുടെ ചിന്തയിൽ, വികാരങ്ങളിൽ തെറ്റുണ്ട്. അപ്പൊ നമ്മൾ പറയും, എനിക്ക് തെറ്റുള്ളപ്പോ ഞാൻ എങ്ങനെയാ വെളിച്ചമെന്ന് പറയുന്നേ? ശ്രദ്ധിക്കൂ, മനുഷ്യന്റെ ആത്മാവ്, ദേഹം എന്ന് പറയുന്ന 3 ഘടനയുണ്ട് മനുഷ്യനെ. നമ്മുടെ സോൾ വിടിവിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ സ്പിരിറ്റ് വീണ്ടും ജനിക്കപ്പെട്ടു. എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ എൻ്റെ സോളിൽ പഴയതും പുതിയതുമായ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അവിടെ മനസ്സുള്ളത് എന്ന് പറഞ്ഞാൽ, പണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങളുടെ മനസ്സിനറിയാം. നിങ്ങൾ അറിയേണ്ടത്, ആ മനസ്സിനകത്ത് ദൈവവചനം കയറി അതിനെ പണിയുന്നില്ല എങ്കിൽ, ആ മനസ്സ് പുതുതാക്കപ്പെടുന്നില്ല എങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ മനസ്സിൽ പഴയ ചിന്തകൾ വരാം. ഞാൻ അഞ്ചലിൽ നിന്ന് താമസം മാറിയിട്ട് ഏകദേശം 8 വർഷമായി. 7 വർഷത്തേക്ക് കൂടുതലായി. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുവോ? പക്ഷെ ഇപ്പോഴും ഞാൻ ഇവിടെ ആരെങ്കിലും ചോദിക്കുക, ബ്രദർ എവിടെയാ താമസിക്കുക?
5-ൽ വരത്തുള്ളൂ വയലാദ്യം. തിരുവനന്തപുരത്താ താമസിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് അറിയാത്ത പോലെ. നിങ്ങളുടെ സ്വോത്രമൊക്കെ പോയോ? ഞാനൊരു 2-3 വർഷം മുമ്പ് വരെ ആയൂരം എത്തി ഇടത്തോട്ട് വണ്ടി തിരിക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് താമസിക്കുന്നൊക്കെ അറിയാം. ആയൂരം എത്തുമ്പോൾ അറിയാൻ ചെയ്യും, വണ്ടി അറിയാതെ ഇടത്തോട്ട് തിരിയും. അതെന്താ കാരണം? അത്ര ബോധമില്ലേ? ബോധമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ മനസ്സിനകത്ത് ആഴത്തിൽ അത് പതിഞ്ഞു പോയതാ. ആ പഴിഞ്ഞതിന് പകരം ഞാൻ തിരുവനന്തപുരത്താണ്, ഇവിടേക്കല്ല തിരിയണ്ടേ എന്ന് റെഗുലറായി കേൾക്കാൻ തുടങ്ങിയാൽ മെല്ലെ ആ മനസ്സിന്ന് അത് മാഞ്ഞു പോകും. നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് പോയി താമസിക്കുന്ന ആളുകളെ വന്നിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുവരെ നല്ല വൃത്തിയായിട്ട് മലയാളം പറഞ്ഞുകൊണ്ടിരുന്നതാ. അവരിപ്പോ എന്താ പറയുന്നേ, എവിടാ പോകുന്നേ, കേട്ടിട്ടില്ലേ നിങ്ങളാരും? ഇവരുടെ നാവിന് എന്നാ പറ്റി? മര്യാദക്ക്. അപ്പൊ നമ്മൾ പറയുന്നത് എന്നാന്നറിയോ? അവള് കുറച്ച് നാൾ അമേരിക്ക പോയതിന്റെ ജാടയാന്ന്. നമുക്ക് മലയാളിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്നേ. എന്തെങ്കിലും കയറി അവനെ കുറ്റം പറഞ്ഞാലേ സമാധാനം വരത്തുള്ളൂ, നല്ലൊരു സുഖമുള്ളൂ. അവൻ്റെ ജാട കണ്ടോ? നീ ഇന്ന് മലയാളം വേണ്ട. മലയാളി അമേരിക്ക പോയാലാണ് അങ്ങനെ വരുന്നതെങ്കിൽ തമിഴ്നാട്ടിലോട്ട് പോട്ടെ. 5-6 കൊല്ലം അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ട്. അവൻ വന്ന ജോണേ എന്തരടെ എന്തോ വയല് വരുന്നില്ല, തമിഴിൻ്റെ ചൊവ്വയിൽ എന്തെങ്കിലും അവന് സംസാരിക്കാൻ അറിയാവോ? ഞാനൊരു ഇടാ, നിനക്ക് എന്നാ പറ്റിയടാ? അവൻ പറയുന്ന മറുപടി, കുറെ കൊല്ലമായില്ലടാ അവിടെ, മലയാളം ആരോടാ സംസാരിക്കുന്നത്? തമിഴിനോടേ സംസാരിക്കുന്നുള്ളൂ. ആ മണം അടിച്ചെന്ന് നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിത്രങ്ങളാണ്, സ്വാധീനിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ദൈവമക്കളാണ്, നിങ്ങൾ വെളിച്ചമാണ്. നിങ്ങൾ നിരന്തരം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? യേശുവിനെ അറിഞ്ഞിട്ടും അറിഞ്ഞ ആളുകളിൽ മാറ്റമില്ല എന്ന് അവർക്ക് തോന്നുന്നതിന്റെ കാരണം അവരുടെ മനസ്സിനെ അവർ ദൈവവചനം കൊണ്ട് നിറയ്ക്കുന്നില്ല. അവരുടെ മനസ്സിനെ വചനം കൊണ്ട് നിങ്ങൾ നിറയ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പറയും, ഞാൻ വെളിച്ചമാണ്, ഇരുള് എന്നിൽ അല്പം പോലും ഇല്ല, ഇരുളിനെ എന്നെ സ്വാധീനിക്കാൻ കഴിയുകയില്ല, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, എന്നിൽ ദൈവം വസിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതിന്റെ വലിപ്പം ഞാൻ പറയാം. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞു. ഇനി അന്നമോള് പറയുവാ ഇതല്ല എൻ്റെ അപ്പ എന്ന് പറഞ്ഞാലോ, ഞാൻ ഇവളുടെ ഇതെന്റെ മോളല്ല എന്ന് പറഞ്ഞാലോ, ആർക്കും ഇനി ആ ബന്ധത്തെ മുറിച്ച് കളയാൻ ഒക്കത്തില്ല. അവൾക്കും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. കാരണം അവള് എന്നിൽ നിന്ന് ഉണ്ടായിപ്പോയി. ഞാനാണ് അവളെ അപ്പ. അവള് വിചാരിച്ച മാറ്റാൻ ഒക്കത്തില്ല. അതേപോലെ യേശുവിൽ ജനിച്ചപ്പോ നിങ്ങളുടെ അപ്പയും സ്വർഗത്തിലെ പിതാവായി. ഇനി ആരാലും അത് മാറ്റാൻ പറ്റത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് ഞാൻ ഇവളുടെ അപ്പയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ മനസ്സിലെ ചിന്തയും വിചാരങ്ങളും എല്ലാം ഇവളെ എന്നിൽ നിന്ന് കേട്ടാലേ അവൾ ആ വിധത്തിൽ വരത്തുള്ളൂ. അല്ല എങ്കിൽ അവൾ ഞാൻ അവളുടെ മോളാണെന്ന് എൻ്റെ മോളാണ് അവളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കേട്ടോണ്ടിരുന്നാലേ അവളുടെ ചിന്താഗതി എന്നോടൊപ്പം വളരത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ പണിയപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ ചിന്താഗതികളും സംസാരവും മാറത്തുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുക. എല്ലാവരും പറഞ്ഞേ, ആത്മലോകം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഇടമാണ്. അവിടെ എങ്ങനെയായിരിക്കുന്നേ? കുറച്ച് ഇരുട്ടും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ലൈറ്റ് ഇടും. LED അവിടെ. ചിലതെല്ലാം വോൾട്ടേജ് കുറഞ്ഞ ബൾബാ. അങ്ങനെയാണോ? 10,000 സൂര്യനേക്കാൾ വെളിച്ചമാണ് സ്വർഗം എന്ന് പറഞ്ഞ ആ വെളിച്ചത്തിന്റെ നടുവിൽ എനിക്ക് എന്തെങ്കിലും കാണാൻ കഴിയണമെങ്കിൽ ഞാൻ വെളിച്ചമായേ ഒക്കത്തുള്ളൂ. എത്രയധികം ഞാൻ വെളിച്ചത്തെ സ്വീകരിക്കുന്നു അത്രയധികം സ്വർഗത്തെ എനിക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. ഒന്ന് കൈകളടിച്ചു ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വർഗം എനിക്ക് കൂടുതൽ യാഥാർത്ഥ്യമാകുന്നത് വചനം എന്നിൽ കൂടുതൽ യാഥാർത്ഥ്യമാകുമ്പോഴാണ്.
വചനം എന്നിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നു, സ്വർഗം എനിക്ക് കൂടുതൽ കാഴ്ചയാകാൻ തുടങ്ങും. സ്വർഗം എനിക്ക് കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങും. സ്വർഗത്തിന്റെ വ്യക്തത, അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗത്തിന്റെ വ്യക്തത വചനത്തിൽ നിനക്കുണ്ടാകുന്ന വ്യക്തതയാണ്. കുറച്ച് കട്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വർഗത്തിന്റെ വ്യക്തത, സ്വർഗത്തിന്റെ വ്യക്തത. എനിക്ക് എന്തിന്റെ വ്യക്തതയാ? എനിക്ക് ലഭിക്കുന്ന ദൈവവചനത്തിന്റെ വ്യക്തതയാണ്. ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമായതുകൊണ്ട് ദൈവം ആയിരിക്കുന്ന ഇടവും വെളിച്ചമാകുന്നു. ആത്മലോകം വെളിച്ചത്തിലാണ് ആയിരിക്കുന്നത്. അവിടെ ഒരാൾക്ക് കയറണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്ന ഒരു സാധനം, ഒരു കാര്യം നമുക്ക് കാണണമെങ്കിൽ വെളിച്ചത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കാണാനേ കഴിയത്തുള്ളൂ. ഇരുട്ടിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് ഇരുട്ടിൽ നിന്ന് നമ്മളെ വേർതിരിച്ചു എന്നും വെളിച്ചത്തിലാക്കിയിരിക്കുന്നു എന്നും പറയുന്നത്. ആ വെളിച്ചത്തെ അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ്. ഇരുട്ടിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിയോടെ കാണാൻ കഴിയത്തില്ല. ദൈവം വെളിച്ചമായിരിക്കുന്നത് കൊണ്ട് കർത്താവ് പറയുവാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതും വെളിച്ചമാകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ഇരുളൊട്ടുമില്ല. നിങ്ങൾ ഇരുട്ടിലല്ല ആയിരിക്കുന്നത്, നിങ്ങൾ വെളിച്ചത്തിലാണ് ആയിരിക്കുന്നത്. ഒരു ഇരുട്ടിൻ്റെ ശക്തിക്കും നിങ്ങളെ തൊടുവാനായി കഴിയത്തില്ല. നമ്മുടെ ചിന്താഗതികളെ പണിയണം. എവിടെയാണ് ആയിരിക്കുന്നത്? ഞാൻ പഴയയിടത്തല്ല, ഞാനിപ്പോൾ ആയിരിക്കുന്നത് വെളിച്ചത്തിലാണ്. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിലാണ് ജനിച്ചത്, വെളിച്ചത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നമ്മളെ തന്നെ പണിയാം, നിങ്ങളെ തന്നെ പണിയാം. അടുത്തൊരു ആത്മീയ അനുഭവത്തിലേക്ക് വരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ സിസ്റ്ററിന്റെ പേര് ദീപ എന്നാണ്. ദീപ തിരൂരിൽ നിന്ന് വരുന്നു. സിസ്റ്ററിന് 7 വർഷമായി മാനസികമായ ബുദ്ധിമുട്ടായിരുന്നു. 7 വർഷമായിട്ട് ഡിപ്രഷൻ ആയിരുന്നു. അതെ. അപ്പോൾ 6 വർഷം മുമ്പ് ഒരു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ആ മാനസിക രോഗത്തിൻ്റെ ഗുളിക കഴിക്കുന്നതൊന്നും മാറാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സിസ്റ്ററിൻ്റെ ഏരിയയിലുള്ള ഒരു ലീഡറിൻ്റെ വീട്ടിലെ സെൽ മീറ്റിങ്ങിന് കടന്നു വരുവാനിടയായി. ആ സെൽ മീറ്റിങ്ങിന് കടന്നു വന്ന് ആ സിസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് മുതൽ പൂർണ്ണമായി സൗഖ്യമായി. ഒന്ന് ചേർന്ന് കൈയടിച്ചു ആമീൻ പറഞ്ഞേ. ഇത് നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു വന്നതല്ല, അവരുടെ വീട്ടിലൊരു സെൽ മീറ്റിങ്ങിന് കൂടിയതാണ്. കൊച്ചു സെല്ലിൽ നടന്ന കാര്യമാണ്. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ആമേൻ. ഇത്ര നാള് മരുന്ന് കഴിക്കുന്നില്ല. തിരൂര് മീറ്റിങ്ങിന് തിരൂരുള്ള ചുറ്റുപാടുള്ള നടന്ന മീറ്റിങ്ങിന് നടന്നു. വണ്ടർഫുൾ, വണ്ടർഫുൾ. എത്ര നാളായിട്ട് മരുന്ന് കഴിച്ചിരുന്നു? 6 വർഷത്തോളം കഴിച്ചു. 7 വർഷത്തോളം ഡിപ്രഷൻ മരുന്ന് കഴിച്ചു. ഇപ്പൊ മരുന്ന് കഴിക്കണ്ട. ഉറങ്ങത്തില്ലായിരുന്നു. എന്ത് വരുന്ന പ്രയാസം ഉണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. അത് വന്ന് പറയാൻ, സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. കർത്താവേ, നിന്റെ മകൾക്ക് കൊടുത്ത ഡെലിവറൻസിനായി സ്തോത്രം. ധൈര്യത്തോടെ നിർത്തിയാട്ടെ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ സിസ്റ്റർ മാനസിക പ്രയാസം മാറി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറയാം, അവളുടെ തോളും ഈ പുറവശവും നിരന്തരം വേദനയുള്ളത് കൊണ്ട് ചില ഷർട്ട് ഇടാൻ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. ഞാനിത് വർത്താനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തോളും ഈ പുറകുവശവും യേശുവിനെ സൗഖ്യമാക്കുകയാണ്. ചേച്ചിക്ക് കൈ പൊക്കാൻ പ്രയാസമുണ്ടോ? തോളിനാണ്, ഇവിടെയാണ് പ്രയാസം. ഡ്രസ്സ് ഇടാനൊക്കെ പ്രയാസമുണ്ടോ? ഇങ്ങോട്ട് പുറകോട്ട് പ്രയാസമോ? ഓക്കെ, കർത്താവ് നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യുക. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞോട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞേ. കർത്താവ് ഇതിന് നമ്മൾക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ഈ കണ്ണിന് വല്ല കാഴ്ചക്കുറവുണ്ടോ? കുറച്ച് 2-3 മാസമായി കണ്ണിന്റെ ഒരു പ്രശ്നം. ഓ, കണ്ണാടി വെച്ചിട്ടുണ്ടോ? കണ്ണാടി വെക്കും, പക്ഷെ ബൈബിള് വായിക്കുമ്പോ കണ്ണാടി വെക്കണ്ട. ഓ, കണ്ണിന് പ്രശ്നമുണ്ട്. കണ്ണാടി വെച്ചിട്ടുണ്ട്, പക്ഷെ കണ്ണാടി എന്ത് കൊണ്ടുവന്നില്ല. നല്ലതായി കൊണ്ടുവരാഞ്ഞത്. അല്ല, കണ്ണാടി വെച്ചിരിക്കുന്ന ആളിനോട് കണ്ണിന് പ്രശ്നമുണ്ടെന്ന് ചോദിക്കണ്ടല്ലോ. കാരണം അവരെ കാണുമ്പോഴേ കണ്ണിന് പ്രശ്നമുണ്ടോ അയാൾ അറിയാലോ. പക്ഷെ എനിക്ക് ചേച്ചിയോട് ഒരു ദൂത് പറയാനോട്, 2 കണ്ണും ഇപ്പോൾ സൗഖ്യമാവുക. ഇനി അടുത്ത മാസം വരുമ്പോൾ 2 സാക്ഷ്യം പറയണേ. 2 കണ്ണും ഇന്ന് റിസ്റ്റോർ ആവും. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ശബ്ദം ഉയർത്താം. ഒന്ന് ശബ്ദം ഉയർത്തി പറയാം. ആമേൻ പറയാം. മകൾക്കായി സ്തോത്രം. അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. സൂപ്പർ നാച്ചുറലായി ഇതിന്റെ മകളെ വിടുവിച്ചതിന് നന്ദി. താങ്ക് യു. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ശോഭ സുനിൽ, ചെർക്കിക്കോട് നിന്നാണ് കടന്നു വരുന്നത്.
വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം കരുതിയ ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. കഴിഞ്ഞ സൺഡേ ചർച്ചിലേക്ക് വരുന്നതിന് മുമ്പ് അയൺ ചെയ്തതിന് ശേഷം അയൺ ബോക്സ് ഓൺ ആക്കിയിട്ട് സിസ്റ്റർ വീട്ടിൽ വെച്ചിട്ട് ചർച്ചിലേക്ക് പോകുന്നു. അയൺ ബോക്സ് കമർത്തി വെച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൽ ചെന്ന് വൈകുന്നേരം നൈറ്റിലാണ് സിസ്റ്റർ പിന്നീട് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. സിസ്റ്റർ അത് ചെന്ന് നോക്കുമ്പോൾ അയൺ ബോക്സ് ഓൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന്റെ ചുറ്റുപാട് ചെറിയൊരു ചൂട് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. വലിയ അപകടത്തിൽ നിന്നാണ് ദൈവം രക്ഷിച്ചത്. വണ്ടർഫുൾ. കർത്താവ് കരുതിയതിനെ കൈയടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തേ. താങ്ക് യു. സന്തോഷത്തോടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സിസ്റ്റർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശരീരത്തിൽ വളരെ അസ്വസ്ഥതകളായിരുന്നു. ശരീരഭാരത്താലും നടുവേദന, ശരീരം മൊത്തം വേദനയാൽ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ തന്നെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങി പോകുന്ന പോലെ സിസ്റ്റർക്ക് അനുഭവപ്പെട്ടു. ഇപ്പൊ പരിപൂർണമായിട്ടുള്ള സൗഖ്യം സിസ്റ്റർക്ക് ലഭിക്കാനിടയായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷത്തോടെ പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത്, എൻ്റെ സ്വന്തം പെങ്ങളുടെ മോനാണ്. ഓക്കെ, പറഞ്ഞാട്ടെ. ബ്രദറെ, ഈ ഫാമിലിക്ക് ലഭിച്ച വലിയൊരു സന്തോഷത്തിന്റെ സാക്ഷ്യമായിട്ടാണ് ഈ ഫാമിലി നിൽക്കുന്നത്. ബ്രദറിന്റെ പേര് വിവേക്, വൈഫിന്റെ പേര് ശില്പ. ഇവർ വടക്കാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഇവരുടെ സാക്ഷി ഇങ്ങനെയാണ്: വിവാഹം കഴിഞ്ഞ് 4.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നമ്മുടെ പബ്ലിക് മീറ്റിംഗിനകത്ത് ബ്രദർ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 4.5 വർഷം കൊണ്ട് നടക്കാത്തത് ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് കർത്താവിനോട് നല്ല ആമേൻ പറയാം. കർത്താവേ, ഞാൻ ശില്പയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട്ടില് എൻ്റെ പെങ്ങളുടെ മോനാണ്, മരുമോളാണ്. കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് കര ഉയർത്തിയവരെ അനുഗ്രഹിച്ചേ. കർത്താവ് ഇതിന്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ലവിനെ അനുഗ്രഹിക്കുന്നു. നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ. സന്തോഷത്തോടെ പോകാൻ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. വെളിച്ചത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സകലതും ദൈവത്തിൻ്റെ പ്രവൃത്തിയും സാധാരണമായി ചെയ്യുവാനായി കഴിയും. കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്നത് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകുന്നു, ഈ ഭൂമിയെ വാഴണമെന്ന് പറഞ്ഞിട്ടാണ്. ഓരോ സാഹചര്യങ്ങളും ഓരോ അനുഭവങ്ങളും കർത്താവിൽ നിന്ന് ചിലത് കേൾക്കുന്നതാകട്ടെ, ജയത്തിൻ്റെ ഒരു അനുഭവത്തിൽ ജീവിച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾക്കായി നന്ദി പറയുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നീതിയുള്ള കരത്തിനായി നന്ദി പറയുന്നു. വെളിച്ചത്തിലായിരിക്കുന്നവർ ഇരുളൊട്ടുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ ഇരുട്ടിന് തൊടാനായി കഴിയത്തില്ല. കർത്താവെ, ഇവരുടെ ലൈഫിൽ ആയിരിക്കുന്ന എല്ലാ ബലഹീനതകളും നീങ്ങിപ്പോകട്ടെ, രോഗത്തിൻ്റെ പ്രവൃത്തികൾ നീങ്ങിപ്പോകട്ടെ. തടസ്സമെന്ന് പറയുന്നത്, വേദനയെന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു കാഴ്ച കാണാം. പോസ്റ്റ് ഓഫീസിലോ മറ്റോ പണം അടച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളിൽ ചില ഇഷ്യൂവുമായി പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തി, ആ പണം തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ സമ്പത്ത് നഷ്ടമായി പോകാതെ നിങ്ങളുടെ കൈകളിൽ കർത്താവ് തരികയാണ്. ആ കാര്യങ്ങളെ കർത്താവ് ക്രമീകരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ. അതേപോലെ കർത്താവിനെ കാണിക്കുകയാണ്. എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്ത് തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നൊരു കുടുംബം, തനിക്ക് ആ ജോലിയിലൊരു ശരിയായ വിധത്തിലൊരു ഉയർച്ചയില്ല. എന്നാൽ കർത്താവ് ആ വ്യക്തിയുടെ മേൽ പുതിയ ആശയത്തെ കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയെ പകരുകയാണ്. പരാജയമെന്ന് തോന്നെടുത്ത് കർത്താവ് ജയത്തെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസ് ഒരിക്കൽ വല വീശിയപ്പോൾ ഒരു മീനെ പോലും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ യേശു തൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ തനിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ വലിയൊരു അനുഭവത്തെ കർത്താവ് കൊടുത്തു. അതേപോലെ ഈ സിസ്റ്ററിൻ്റെ ലൈഫിലും കർത്താവ് വലിയൊരു അനുഭവത്തെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. അതേപോലെ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ തനിക്ക് ശരിയായ വിധത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, അതൊരു കാര്യം. അതേപോലെ തന്നെ
താൻ അറ്റൻഡ് ചെയ്യുന്ന എക്സാമുകളോ അല്ലെങ്കിൽ താൻ ട്രൈ ചെയ്യുന്ന ഗവൺമെൻറ് ജോലിയോ തൻ്റെ അടുക്കലെത്തുന്നില്ല, അത് തനിക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന വിധത്തിൽ ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് കർത്താവ് ആ വ്യക്തിയെ തൊടുകയാണ്. ദൈവത്തിൻ്റെ നന്മകളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പകരുകയാണ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.